ഷാർജയിൽ നിന്ന് യാത്ര തിരിച്ച് ദുബായ് വഴി ഞങ്ങൾ അബുദാബി എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്ന ശേഷം ബ്രദർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ അകത്ത് അവന് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ആ ഒരു സമയം ക്രമീകരിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടെ ചെന്നപാടെ അധികം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവനെ കണ്ടു. ഞങ്ങൾ അവനെ അവിടെ കൂട്ടി നേരെ തിരിച്ച് വരുവാ കേട്ടോ. വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്, നാട്ടിലെ വിശേഷങ്ങൾ, കാര്യങ്ങൾ. അതുപോലെ നാട്ടിൽ നല്ല മഴയാണെന്നാണ് പറഞ്ഞു, നല്ല തണുപ്പ്. ഹൈ റേഞ്ച് മേഖലയൊക്കെ ആയത് കാരണം നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടാവും. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെയാണല്ലോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം. ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങുന്നത്. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരു 2 മണി 2:30 ആവും. അപ്പം പോകുന്ന വഴിക്ക് എന്തായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം പൊതിച്ചോറ് ഇങ്ങനെ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. പൊതിച്ചോറ് കിട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഷാർജയിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടൊക്കെ നോക്കണം കേട്ടോ. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 3 എപ്പിസോഡായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് പൊതിച്ചോറ് കിട്ടുന്നതായിട്ട്, രണ്ടാമത്തേതിനകത്ത് ട്രാവൽ ചെയ്യുന്നതായിട്ട്, മൂന്നാമത് ഞങ്ങൾ റിട്ടേൺ പോകുന്നതായിട്ടൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഒന്നിച്ചിടായിരുന്നു, പക്ഷേ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലോങ് ആയി പോവും. പിന്നെ നമ്മൾക്ക് അത്രയും ലോങ് എല്ലാവർക്കും കണ്ടിരിക്കാനൊക്കെ ബോറിങ്ങും ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. ആ ലൈറ്റൊക്കെ കണ്ടോ, ഈ ഒരു അബുദാബിയിലെ ലൈറ്റിനും ദുബായിലെ ലൈറ്റിനും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ദുബായ് ബോർഡർ ആകുമ്പോഴത്തേനും ലൈറ്റിൻ്റെ കളറിന് വ്യത്യാസം വരും. അതുപോലെ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഇവിടെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, റോഡിലെ ഓരോ ലൈറ്റിങ്ങും കാര്യങ്ങളും. അതുപോലെ നമുക്ക് രാത്രിയിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെട്ടം വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല ഭംഗിയാണ്, പല വർണ്ണങ്ങളിൽ ഓരോ ബ്രിഡ്ജിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, അതിനനുസരിച്ച് നല്ല വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇഷ്ടം പോലെ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ സൈഡിലുമായിട്ട്. നമുക്ക് ദൂരെ ഒരു മോസ്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ആ ഒരു പോകുന്ന വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്കത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അത്രയും അത് പറയാൻ പറ്റത്തില്ല, കണ്ട് മനസ്സിലാക്കണം. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ എത്തി. എന്തിനാണെന്നറിയാം, ഫുഡ് കഴിക്കാനായിട്ട്. മാക്ഡൊണാൾഡിൻ്റെ ആ ഒരു എംബ്ലമാണ് കാണുന്നത്, M. അപ്പോൾ ഡ്രൈവ് ത്രൂ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബർഗറും മറ്റുള്ള സാധനങ്ങളും ഐസ്ക്രീമും ഒക്കെ കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ എമ്മിൻ്റെ ചിഹ്നം കണ്ടിട്ട് M ഐസ്ക്രീം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഐസ്ക്രീമും. അപ്പോൾ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കിട്ടി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഫുഡ് കഴിക്കാനും നല്ലൊരു സ്ഥലമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ഫ്രണ്ടിലൊക്കെയാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുവാണ്. ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സായി. പൊതിച്ചോറാന്ന് പറഞ്ഞിട്ട് അബുദാബിന്ന് ദുബായിക്ക് പോവാ അല്ലേ? അതെ. ദുബായിൽ നിന്ന് അബുദാബിക്ക് വന്നു എയർപോർട്ടിൽ. അബുദാബിയിൽ നിന്ന് നേരെ തിരിച്ചു വരും. പൊതിച്ചോറ് കഴിച്ചിട്ട് പോവാ അല്ലേ? പൊതിച്ചോറ് സെറ്റാക്കുമ്പോഴത്തേനും എന്തായാലും ഞാൻ എൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ലൈറ്റുകളൊക്കെ കാണാനായിട്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട്. കാര്യം വെള്ളം കുടിക്കാനുള്ള വെള്ളം, കൈ കഴുകാനുള്ള വെള്ളം, നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മളിങ്ങനെ കുടിക്കാനുള്ള വെള്ളം, കൈ കഴുകാനുള്ള വെള്ളം, എല്ലാ സാധനങ്ങളും ആയിട്ടാണ് പോകുന്നത്. ദൂരെ കാണുന്ന ബ്രിഡ്ജും ഉണ്ട്, നല്ല ഭംഗിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ഇത്രയും സമയം ആയത് കാരണം വിശപ്പ് ഇങ്ങനെ ആധികാരികമായി നിൽക്കുന്ന കാരണം ഞങ്ങൾ എന്തായാലും ആ ഒരു പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതി ഇവിടോട്ടൊക്കെ ഇരുന്ന് കഴിച്ചാലോ? എടാ അത് ഒഴിച്ചോളൂ പ്രിയ. ഒഴിക്കട്ടെ? ഒരു മിനിറ്റ്, ഇവിടെ കറക്കി ഒഴിച്ചോളൂ. കുറച്ചുകൂടെ ഒഴിച്ചോ, പേടിക്കണ്ട. എങ്ങോട്ടോ ചോറ്?
മോര് വേണ്ടേ? ആ കറക്റ്റ് നിനക്ക് കാന്താരിയുള്ള കിട്ടിയല്ലേ? വെജിറ്റേറിയൻ കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. കിട്ടിയില്ല? ഇതും കൂടെ ഒന്ന് തുറന്നു തരുമോ? തുറക്കട്ടെ? എനിക്ക് കഴിക്കാൻ താല്പര്യം. ചോറെത്താൻ അറിയാമായിരുന്നോ? ഇത് മിച്ചമായിരിക്കും. മോരേറി വേണ്ട? മോരിലേലും കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് നിന്നെ വീഡിയോ മത്തി മൊത്തം ഉണ്ടോ? അവൻ്റെ ചോറാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടിയും മത്തി വറുത്തതും ഉണക്കത്തരണ്ടി വറുത്തതും കാന്താരിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും നാരങ്ങാച്ചാറുമാണ് വെച്ചിരുന്നത്. കൂടാതെ ഒരു സെപ്പറേറ്റ് ബോട്ടിലിനകത്ത് മോരുകറി എടുത്തിരുന്നു കേട്ടോ. എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുമായിരുന്നു. നല്ല ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം വിശപ്പിനൊരു ശമനം കിട്ടിയല്ലോ. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചോറ് പൊതിയാട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നുമില്ലായിരുന്നു, നാരങ്ങാച്ചാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നാരങ്ങാച്ചാറിനും ആ ഒരു ചോറും കൂടി ഞാൻ ലേശം കഴിച്ചു നോക്കിയപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. എന്തായാലും ഞങ്ങൾ അത് വേസ്റ്റ് ആക്കുന്നില്ല. ആ ചോറ് എന്തായാലും ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. അടുത്ത ദിവസം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾ കഴിച്ച സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു, ചോറും അതും ഇതുമൊക്കെ. അതെല്ലാം വൃത്തിയായി ക്ലീൻ ചെയ്ത ശേഷം ഞങ്ങൾ കൈയൊക്കെ കഴുകി വേസ്റ്റും കൊണ്ട് കളഞ്ഞു. പിന്നെ നമുക്കിനി അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോഴത്തേനും നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും പോയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ കുറേ എക്സൈറ്റഡ് ആയിരിക്കും. എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെട്ടി അങ്ങ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ആ ചെരുവത്തിലേക്ക് എടുത്തിട്ടാണ് മതി. ഇതൊരു മാലയോ? വഴിയിൽ വെച്ച് ഒരു കാര്യം ചെയ്യാം, ആ കൂടിനകത്തിട്ട് അങ്ങോട്ട് കൊണ്ടാണല്ലോ. കൂടെ എടുത്തിട്ട് ഇതാണ് നിന്റെ ബാഗ്. എല്ലാം ചൊള്ളി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ പെട്ടെന്ന് കേടായി പോകുന്നതുണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വെച്ച് പെട്ടി പൊട്ടിച്ച് ഓരോരുത്തർക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുത്തത്. കാരണം വെച്ചാൽ അങ്ങനെ നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടാകും. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീണ്ടും നിർത്തി ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം, അതായത് സമയലാഭം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചെയ്തൊരു പരിപാടിയാട്ടോ. അപ്പം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ നേരെ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഇത്ര സമയമായതുകൊണ്ടും കേടായി പോകുന്ന സാധനങ്ങളുള്ളത് കൊണ്ടും, കാരണം ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടല്ലോ. നാട്ടിൽ നിന്നൊക്കെ ആയാലും തന്നു വിട്ടെന്ന് പറഞ്ഞാലും ഇറച്ചി ഐറ്റംസ് ഉണ്ട്, അതുപോലെ ഓരോ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉപ്പേരി ആയാലും അതായാലും ചക്ക വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ച് ആവി കെട്ടിക്കൊണ്ട് അങ്ങനെ രീതിയിൽ കൊണ്ടുവന്നത്, അത് ഫ്രോസൺ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ള സാധനങ്ങളാട്ടോ ഞങ്ങളുടെ അടുത്ത് മാറ്റി വെക്കുന്നത്. പകുതി അലുവ തിരിച്ചു വെച്ച് രണ്ട് പൊതി ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കാരണം അവന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവന് കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്തായാലും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോ കവറിനകത്താക്കി ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് എടുത്ത് വെക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ, അതിൽ ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന സാധനങ്ങൾ കേടുകൂടാണ്ട് കുറേ നാളിങ്ങനെ ഇരിക്കുമെന്നേ. വാഴയിലേക്ക് പോലും ഒരു കേടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാം എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.